ചൈനീസ് വിമാന അപകടം. ഇന്ധന സ്വിച്ചുകൾ മനഃപൂർവ്വം ഓഫ് ചെയ്തതെന്ന് റിപ്പോർട്ട്. ചൈനയിൽ 132 പേരുടെ മരണത്തിനിടയാക്കിയ 2022 വിമാന അപകടം മനഃപൂർവ്വം വരുത്തി തീർത്തതാണെന്ന സൂചനകളുമായി പുതിയ റിപ്പോർട്ടുകൾ പുറത്തു. വിമാനം തകരുന്നതിന് തൊട്ടുമുൻപ് എഞ്ചിനുകളിലേക്കുള്ള ഇന്ധന പ്രവാഹം മനഃപൂർവ്വം സ്വിച്ച് ഓഫ് ചെയ്തതായി അമേരിക്കൻ അന്വേഷണ ഏജൻസിയായ NTSB കണ്ടെത്തിയിട്ടുണ്ട്. 2022 മാർച്ചിലായിരുന്നു ചൈന ഈസ്റ്റേൺ എയർലൈൻസിന്റെ MU-5735 എന്ന ബോയിംഗ് 737-800 വിമാനം ഗുവാങ്സി മേഖലയിലെ മലനിരകളിൽ തകർന്നു വീണത്. 29,000 അടി ഉയരത്തിൽ പറന്നു വരുന്ന വിമാനം പെട്ടെന്ന് താഴേക്ക് പതിക്കുകയായിരുന്നു. ചൈന കണ്ട ഏറ്റവും വലിയ വിമാന അപകടങ്ങളിൽ ഒന്നായിരുന്നു ഇത്. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിൽ നിന്നുള്ള വിവരങ്ങൾ വിശകലനം ചെയ്തപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. വിമാനം തകർന്നതിന് തൊട്ടു മുൻപ് 2 എഞ്ചിനുകളിലെയും ഇന്ധന സ്വിച്ചുകൾ ഒരേ സമയം റൺ പൊസിഷനിൽ നിന്നും കട്ട് ഓഫ് പൊസിഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബോയിംഗ് വിമാനങ്ങളിൽ ഈ സ്വിച്ചുകൾ അബദ്ധത്തിൽ മാറാൻ സാധ്യതയില്ലെന്നും പൈലറ്റ് അവ ഉയർത്തിപ്പിടിച്ച് തന്നെ മാറ്റണമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇന്ധനം തടഞ്ഞതിനു ശേഷം എഞ്ചിനുകൾ വീണ്ടും പ്രവർത്തിപ്പിക്കാൻ യാതൊരു ശ്രമവും നടന്നതായി രേഖപ്പെടുത്തിയിട്ടില്ല. എഞ്ചിനുകൾ അബദ്ധത്തിൽ ഓഫായതാണെങ്കിൽ പൈലറ്റുമാർ അവ റീസ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു. എന്നാൽ ഇവിടെ അതുണ്ടായില്ല എന്നത് വിമാനം മനഃപൂർവ്വം അപകടത്തിൽപ്പെടുത്തിയതാണെന്ന സംശയം ബലപ്പെടുന്നുണ്ട്. അപകട സ്ഥലത്ത് നിന്നും കണ്ടെടുത്ത കോക്പിറ്റ് വോയിസ് റെക്കോർഡറിൽ നിന്നും 4 ഓഡിയോ ഫയലുകൾ വീണ്ടെടുക്കാൻ അമേരിക്കൻ അന്വേഷകർക്ക് സാധിച്ചിട്ടുണ്ട്. ഈ നിർണായക ശബ്ദരേഖകൾ ചൈനീസ് അധികൃതർക്ക് കൈമാറി. എഞ്ചിൻ നിലച്ച ശേഷവും ബാറ്ററി ബാക്കപ്പിലൂടെ വോയിസ് റെക്കോർഡർ പ്രവർത്തിച്ചിരുന്നതിനാൽ അവസാന നിമിഷങ്ങളിലെ സംഭാഷണങ്ങൾ ഇതിലുണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. ചൈനീസ് ഏവിയേഷൻ അതോറിറ്റി ഇതുവരെ അപകടത്തിന്റെ കൃത്യമായ കാരണം ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടില്ല. അമേരിക്കൻ അന്വേഷണ ഏജൻസിയുടെ ഈ പുതിയ വെളിപ്പെടുത്തലുകൾ കേസിൽ വലിയ വഴിത്തിരിവായേക്കും. അതേസമയം ആഗോള സൈനിക വ്യോമയാന ശക്തിയുടെ ഗണ്യമായ പുനഃക്രമീകരണത്തിൽ ചൈനീസ് വ്യോമസേന ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ തന്ത്രപരമായ ബോംബർ കപ്പലാണ് ഉപയോഗിക്കുന്നത്. ഇന്റലിജൻസ് വിലയിരുത്തലുകൾ പ്രകാരം 200-നും 230-നും ഇടയിൽ വിമാനങ്ങളുടെ ശേഖരമുണ്ട്. വ്യോമയുദ്ധശേഷികളുടെ അന്താരാഷ്ട്ര സന്തുലിതാവസ്ഥയിൽ ഈ വികസനം ഗണ്യമായ മാറ്റത്തെ അടയാളപ്പെടുത്തുന്നു. ഇത് ബീജിംഗിന്റെ ത്വരിതപ്പെടുത്തുന്ന സൈനിക നവീകരണ പരിപാടിയെയും ഇൻഡോ പസഫിക് മേഖലയിലുടനീളം വിപുലീകരിച്ച തന്ത്രപരമായ വ്യാപ്തിയെയും അടിവരയിടുന്നു. 142 സജീവ തന്ത്രപരമായ സ്ട്രൈക്ക് പ്ലാറ്റ്ഫോമുകളുമായി ലോകത്തിലെ 2ാമത്തെ വലിയ ഓപ്പറേഷണൽ ബോംബർ സേനയെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വ്യോമസേന നിലനിർത്തുന്നു. ഗണ്യമായ വ്യോമാക്രമണ ശേഷി നിലനിർത്തിയിട്ടും 120 മുതൽ 150 വരെ ബോംബറുകൾ സജീവ സേവനത്തിലുണ്ടെന്ന് കണക്കാക്കപ്പെടുന്ന റഷ്യ 3ാം സ്ഥാനത്താണ്. ഇത് സോവിയറ്റ് കാലഘട്ടത്തിലെ പ്ലാറ്റ്ഫോമുകളെയും പുതിയ ആഭ്യന്തരമായി വികസിപ്പിച്ച സംവിധാനങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നു. തന്ത്രപ്രധാനമായ ബോംബർ വിമാനങ്ങളുടെ പ്രവർത്തന സേനയെ നിലനിർത്താൻ ആവശ്യമായ സാങ്കേതിക സങ്കീർണത, വ്യാവസായിക ശേഷി, ഭൗമരാഷ്ട്രീയ സ്ഥാനം എന്നിവ നിലവിൽ 3 രാജ്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ചൈന, റഷ്യ എന്നിവ ഉൾപ്പെടുന്ന ഈ എക്സ്ക്ലൂസീവ് ട്രയംവൈറേറ്റ് ഭൂഖണ്ഡാന്തര ദൂരങ്ങളിൽ ശക്തി പ്രക്ഷേപണം ചെയ്യാൻ കഴിവുള്ള ദീർഘദൂര ഉയർന്ന പേലോഡ് സ്ട്രൈക്ക് കഴിവുകളുടെ ബഹുഭൂരിപക്ഷത്തെയും നിയന്ത്രിക്കുന്നു. ചൈനയുടെ ബോംബർ വിമാനങ്ങളുടെ ശേഖരത്തിലെ വികാസം വർഷങ്ങളുടെ സുസ്ഥിരമായ പ്രതിരോധ നിക്ഷേപത്തെയും തദ്ദേശീയ ബഹിരാകാശ വികസനത്തെയും പ്രതിഫലിപ്പിക്കുന്നു. ബീജിംഗിന്റെ വളർന്നുവരുന്ന കപ്പൽക്കൂട്ടം ആധുനികവൽക്കരിച്ച പ്ലാറ്റ്ഫോമുകളെ മെച്ചപ്പെട്ട പ്രവർത്തനശേഷിയുമായി സംയോജിപ്പിക്കുന്നു. ഇത് കിഴക്കൻ ഏഷ്യയിലും അതിനപ്പുറവും വ്യാപിച്ചു കിടക്കുന്ന മത്സരാധിഷ്ഠിത വ്യോമ മേഖലയിലെ സൈനിക മത്സരം രൂക്ഷമാകുന്നതിന്റെ സൂചനയാണ്. ബോംബർ വിമാനങ്ങളുടെ ശക്തിയിലുള്ള ആപേക്ഷിക മാറ്റം പസഫിക് രാജ്യങ്ങൾക്കിടയിലെ പ്രാദേശിക സുരക്ഷാ ചലനാത്മകതയും പ്രതിരോധ സംഭരണ തീരുമാനങ്ങളെയും ആഴത്തിൽ സ്വാധീനിക്കുന്നു. ജപ്പാൻ, ദക്ഷിണ കൊറിയ, ഓസ്ട്രേലിയ തുടങ്ങിയ സഖ്യശക്തികൾ, പ്രത്യേകിച്ചും ജപ്പാൻ, ദക്ഷിണ കൊറിയ, ഓസ്ട്രേലിയ എന്നിവ വർദ്ധിച്ച സൈനിക ചെലവുകളും മെച്ചപ്പെട്ട വ്യോമ പ്രതിരോധ നവീകരണവും ഉപയോഗിച്ച് പ്രതികരിക്കുന്നുണ്ട്. ഒന്നിലധികം മേഖലകളിൽ പാശ്ചാത്യ ശക്തികളുമായി സൈനിക തുല്യത കൈവരിക്കുന്നതിനുള്ള ചൈനയുടെ പ്രതിബദ്ധതയെ ഈ വികസനം അടിവരയിടുന്നുവെന്നും പ്രതിരോധ വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.